Friends, next topic is risk assessment. Risk assessment concerned on determination of risk. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിസ്ക് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് പ്രോസസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇവൻറ്റ് ഒക്കർ ചെയ്യാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുന്നതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. സോ ആ ഒരു റിസ്ക് ത്രൂ ഔട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ ആ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വരാതിരിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും, റിസ്ക് എന്തൊക്കെ റിസ്ക്കാണോ വരാൻ ചാൻസ് ഉള്ളത് അത് എന്ത് ചെയ്യും, ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളത്, എന്തൊക്കെയാണ് റിസ്ക് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഡിറ്റർമിൻ ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള അതേ റിസ്കിനെ തന്നെ എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. അത് ആ ഒരു പ്രോസസ്സാണ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ഒക്കറൻസ് ഓഫ് റിസ്ക് ഡിപ്പെൻഡ് ഓൺ ഇൻ ദെയർ നാച്ചർ, സ്കോപ്പ് ആൻഡ് ടൈമിംഗ്. അതായത് റിസ്ക് ഒക്കർ ചെയ്യുന്നത് നാച്ചർ, സ്കോപ്പ് ആൻഡ് ടൈമിങ്ങിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. നാച്ചർ ഓഫ് റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് സ്പെസിഫൈ ദ പ്രോബ്ലംസ് ദാറ്റ് അറൈസസ് വെൻ റിസ്ക് ഒക്കേഴ്സ്. റിസ്ക് ഒക്കർ ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രോബ്ലം എന്തൊക്കെയാണോ അത് സ്പെസിഫൈ ചെയ്യുന്നതാണ് നാച്ചർ എന്ന് പറയുന്നത്, നാച്ചർ ഓഫ് റിസ്ക്. ദെൻ സ്കോപ്പ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത് സ്പെസിഫൈ ദ കാപ്പബിലിറ്റി ഓഫ് റിസ്ക് ടു ഇമ്പാക്ട് ദ സോഫ്റ്റ്വെയർ ഇമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസ്ക് കാപ്പബിലിറ്റിയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ ടൈമിംഗ് ഓഫ് റിസ്ക് കൺസേൺസ് വെൻ ഫോർ ഹൗ ലോങ് ദ എഫക്റ്റ് ഓഫ് റിസ്ക് ഈസ് ഒബ്സർവ്ഡ്. ആക്ച്വലി എത്ര ടൈമോളം ഈ ഒരു റിസ്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ടൈമിംഗ് എന്ന് ഓഫ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോപ്പർ റിസ്ക് അസസ്മെൻറ്റ് റിസ്ക് ക്യാൻ ബി പ്രിവെൻറ്റഡ്. ഒരു പ്രോപ്പറായിട്ടുള്ള റിസ്ക് അസസ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസ്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അക്കോർഡിംഗ് ടു ലെവൽ ഓഫ് risk. With complete information of risk assessment, the probabilities of occurrence of risk and its severity is determined. Generally, risk assessment can be carried out at any time during the project development. ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്. അതെവിടെ എപ്പോൾ വരിക എന്നുള്ളത് നമുക്കറിയില്ല. അതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻ്റ് എന്ന് പറയാൻ കാരണം. സോ ഏത് സമയത്തും വരാം. അപ്പോൾ നമ്മൾ ഏത് സമയത്ത് എന്ത് ചെയ്തിരിക്കണം, റിസ്ക് അസസ്മെൻറ്റ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റണമായിരിക്കണം. ഓക്കെ, ഹൗവർ ഇറ്റ് ഈസ് ബെറ്റർ ടു ബിഗിൻ റിസ്ക് അസസ്മെൻറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ ഇൻ ഡെവലപ്മെൻറ്റ് പ്രോസസ്. ടു effectively perform risk assessment, the management should consider the occurrence of risk instead of assuming that no risk will occur during the software development. അതായത് നമ്മൾ റിസ്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അസസ്മെൻറ്റ് നടത്തിയിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ റിസ്ക് വരാതിരിക്കാനായിട്ട് മുൻകരുതൽ എടുക്കണം. അതായത് ഫ്യൂച്ചറിൽ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ അതിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ കോഡിങ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് എല്ലാത്തിനും ഒരു ഡോക്യുമെൻറ്റഡ് ഫോർമാറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഇങ്ങനെ റിസ്ക് വന്നു കഴിഞ്ഞാൽ, റിസ്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റ് ടീമായാലും ഇങ്ങനെ റിസ്ക് ഉണ്ട് എന്ന് വരാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ കണ്ടിട്ട് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇൻ അഡീഷൻ, എ റെക്കോർഡ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ സെവറൈറ്റി ഓഫ് റിസ്ക്, ദാറ്റ് ഈസ് low, high and very high. Earlier document should be used as a reference and compared with the risk being assessed in the present software. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, ആക്ച്വലി റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് കംപ്രൈസസ് 3 ഫങ്ഷൻസ്, മെയിൻലി 3 ഫങ്ഷൻസ് ഉണ്ട് റിസ്ക് അസസ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ,
സെക്കൻഡ് റിസ്ക് അനാലിസിസ് ആൻഡ് റിസ്ക് പ്രയോറിറ്റൈസേഷൻ. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും റിസ്ക് അസസ്മെൻറ്റിൻ്റെ 3 ഫങ്ഷൻസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ, റിസ്ക് അനാലിസിസ്, റിസ്ക് പ്രയോറിറ്റൈസേഷൻ. ഫസ്റ്റ് ഫങ്ഷൻ റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ. എന്താണ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഐഡൻറ്റിഫൈസ് ദ ഇവൻറ്റ് ദാറ്റ് ഹാവ് ആൻ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഓൺ ദ പ്രൊജക്റ്റ്. നമ്മളെ പ്രൊജക്റ്റിൽ അതിന് ഒരു അഡ്വേഴ്സ് ഇമ്പാക്റ്റ് വന്നിട്ടുള്ള ഇവൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദീസ് ഇവൻറ്റ്സ് ക്യാൻ ബി എ ചേഞ്ച് ഇൻ യൂസർ റിക്വയർമെൻറ്റ്, ന്യൂ ഡെവലപ്മെൻറ്റ് ടെക്നോളജീസ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സിനെ അല്ലെങ്കിൽ പുതിയ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനൊക്കെ എഫക്റ്റ് ചെയ്യണം, ഇതിലൊക്കെ ചേഞ്ചസ് വരുത്താനും ചാൻസ് ഉണ്ട്. സോ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് ആ പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിസ്ക് മാനേജ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ദ റിസ്ക്, ഇൻപുട്ട് ഫ്രം ദ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ്, യൂസേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ആർ കൺസിഡേർഡ്. അപ്പോൾ പ്രൊജക്റ്റ് റിസ്ക് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആക്ച്വലി അവിടെ ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇൻപുട്ട് എന്താണ് എന്നുള്ളത് എന്തായിരിക്കണം, ആദ്യം കൺസിഡർ ചെയ്യണം. The project plan include the sub-plans should be also carefully analyzed in order to identify the area of uncertainty before starting the project. നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളും, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്തിട്ട് ഇരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്സിലും എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റിസ്കിനെ എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. There are various kinds of risk that occur during software development. Actually software developmentൽ ഡെവലപ്പിംഗ് പ്രോസസ്സിൽ ഒരു റിസ്ക് മാത്രമല്ല വരിക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്കുകളുണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പിംഗ് പ്രോസസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, പ്രൊജക്റ്റ് റിസ്ക്. These risks are harmful for project plans as they affect the project schedule and result in increased cost. ഇത് ആക്ച്വലി നമ്മുടെ പ്രൊജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കാൻ ചാൻസ് ഉള്ള റിസ്കുകളെയാണ് പ്രൊജക്റ്റ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യും, നമ്മൾ പ്രൊജക്റ്റ് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തത് അതിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യാൻ, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ളതിനൊക്കെയാണ് പ്രൊജക്റ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇത് ഐഡൻറ്റിഫൈ ബഡ്ജറ്ററി, പ്രൊജക്റ്റ് ഷെഡ്യൂൾ, പേഴ്സണൽ, സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് റിക്വയർമെൻറ്റ് പ്രോബ്ലംസ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുക, ഈ പ്രൊജക്റ്റ് റിസ്ക് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് റിസ്ക് ആണ് ടെക്നിക്കൽ റിസ്ക് എന്ന് പറയുന്നത്. These risks are derived from software or hardware technology which are being used as a part in software under development. സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ ഹാർഡ്വെയറിൻ്റെ ഏതെങ്കിലും ഒരു ഇതിൽ നിന്ന് റിസ്ക് വരുന്നതാണ് ടെക്നിക്കൽ റിസ്ക് എന്ന് പറയുന്നത്. These risks are harmful for quality of the project and result in difficulty in implementation of software. ഈ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ റിസ്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കംപ്ലീറ്റ് പ്രൊജക്റ്റിന് തന്നെ ഹാംഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, കുറച്ച് ഡിഫിക്കൽട്ടീസ് തോന്നിയേക്കാം. അപ്പോൾ അതാണ് ടെക്നിക്കൽ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബിസിനസ് റിസ്ക്. These risks are derived from organizational environment where software is being developed. സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ, അതായത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീംസും പ്രൊജക്റ്റ് മെമ്പേഴ്സും സീനിയർ മാനേജേഴ്സും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു ബിസിനസ് എൻവിറോൺമെൻറ്റ് കംപ്ലീറ്റ് പറ്റുന്ന ആ ഒരു റിസ്ക്കാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അവരെ കംപ്ലീറ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു റിസ്ക്. They are harmful for capability and existence of project and result in difficulty by users to accept it. അതായത് ഈ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ക്യാപ്പബിലിറ്റി അതില്ലെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റൻസിനെയും പിന്നെ യൂസേഴ്സിന് ഈ ഒരു പ്രൊജക്റ്റ്
അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ഇതിനെ ബാധിക്കുക എന്ന് പറയുന്നത്. ദേ ഐഡൻറ്റിഫൈ മാർക്കറ്റ് റിസ്ക്, സെയിൽസ് റിസ്ക്, മാനേജ്മെൻറ്റ് റിസ്ക് ആൻഡ് സോ ഓൺ. മേ ബി ഇതെന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് ആയിരിക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്കോപ്പ് നഷ്ടപ്പെടുക. ദാറ്റ് മീൻസ് ആ ഒരു ഇതിനവിടെ ഈ നമ്മളെ നാച്ചുറൽ അതിൻ്റെ ഒരു വാല്യൂ ഇല്ലാണ്ടിരിക്കുക, ആരും അത് വാങ്ങാതിരിക്കുക, അതൊക്കെ എന്താണ് മാർക്കറ്റ് റിസ്ക് ആണ്. പിന്നെ സെയിൽ റിസ്ക്, അതിന് നമ്മൾ പറഞ്ഞ അത്ര കോസ്റ്റ് ബാക്കിയുള്ളവർ ഈ കസ്റ്റമേഴ്സ് തരാതിരിക്കുക. പിന്നെ മാനേജ്മെൻറ്റ് റിസ്ക്, ഇത് മാനേജ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് ബിസിനസ് റിസ്കിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റിസ്ക് ഈസ് നോൺ റിസ്ക്. These risks are harmful as they are detected only after a careful examination of project plan and result in technical problems. These risks include unrealistic delivery date of software, lack of project scope and much so on. അതായത് നോൺ റിസ്ക് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടെക്നിക്കൽ പ്രോബ്ലംസിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എക്സാമിൻ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു റിസ്ക് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് നമ്മൾ ഡെലിവറി ഡേറ്റിൻ്റെ സമയത്ത് സോഫ്റ്റ്വെയർ ഡെലിവറി ചെയ്യേണ്ട ആ ഒരു സമയത്ത് പിന്നെ ലാക്ക് ഓഫ് പ്രൊജക്റ്റ് സ്കോപ്പ്, പ്രൊജക്റ്റിൻ്റെ സ്കോപ്പ് എന്ത് ചെയ്യുക ഇല്ലാണ്ടിരിക്കുക, അങ്ങനെയുള്ള സമയമൊക്കെയാണ് നോൺ റിസ്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിക്വയർമെൻറ്റ് റിസ്ക്. These risks are derived from the change in user requirements. In addition, these risks occur when new user requirements are being managed. അതായത് പുതിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഉള്ളൊരു സോഫ്റ്റ്വെയർ നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ വേറൊരു സോഫ്റ്റ്വെയറിൻ്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേറൊരു പുതിയ റിക്വയർമെൻറ്റ്സ് വന്നിട്ട് ആ ഒരു വേറെ പുതിയൊരു ലാംഗ്വേജിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയാം. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജാവയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ നമുക്കിപ്പോൾ ആൻഡ്രോയിഡിൽ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ പൈത്തണിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഇത് പറയാണ്. അപ്പോൾ അതൊക്കെ എന്താണ് റിക്വയർമെൻറ്റ് റിസ്ക് ആണ്. നെക്സ്റ്റ് വൺ ഈസ് എസ്റ്റിമേഷൻ റിസ്ക്. These risks are derived from management estimations, which include features required in the software and resources required to complete the software. അതായത് എസ്റ്റിമേഷൻ മാനേജ്മെൻറ്റിൻ്റെ സമയത്തൊക്കെയാണ് ഈ എസ്റ്റിമേഷൻ റിസ്ക് വരുന്നത്. അതായത് റിസോഴ്സസ് റിക്വയർ ചെയ്യുക, അതായത് സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസോഴ്സസ് എല്ലാം റിക്വയർ ചെയ്യുക, പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ സമയത്ത് ഫീച്ചേഴ്സ് റിക്വയർ ചെയ്യുക, ഇങ്ങനെയുള്ള ഇതിലൊക്കെയാണ് എന്ത് വരുന്നത് എസ്റ്റിമേഷൻ റിസ്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ റിസ്ക് ഐഡൻറ്റിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് റിസ്ക്, ടെക്നിക്കൽ റിസ്ക്, ബിസിനസ് റിസ്ക്, നോൺ റിസ്ക്, റിക്വയർമെൻറ്റ് റിസ്ക്, എസ്റ്റിമേഷൻ റിസ്ക്, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ റിസ്കുകൾ എന്ത് ചെയ്യുക ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിലേതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ് റിസ്ക് അസസ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് റിസ്ക് അനാലിസിസ്. ഡിസ്കവേഴ്സ് പോസിബിൾ റിസ്ക് യൂസിങ് വേരിയസ് ടെക്നിക്സ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക റിസ്ക് ഏത് റിസ്ക് ആണെന്നുള്ളത് ഡിസ്കവർ ചെയ്തു. ദീസ് ടെക്നിക്സ് ഇൻക്ലൂഡ് ഡിസിഷൻ അനാലിസിസ്, കോസ്റ്റ് റിസ്ക് അനാലിസിസ്, ഷെഡ്യൂൾ അനാലിസിസ് ആൻഡ് റിലയബിലിറ്റി അനാലിസിസ് ആൻഡ് മോർ. അതായത് റിസ്ക് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിന് അതിന് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അതായത് ഡിസിഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്സ്, ദെൻ കോസ്റ്റ് റിസ്ക് അനാലിസിസ്, ഷെഡ്യൂൾ അനാലിസിസ്, റിലയബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടെക്നിക്സ് ഉണ്ട് റിസ്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. After a risk is identified, it is evaluated in order to assess its impact on the project. നമ്മൾ ഒരു റിസ്ക് അനലൈസ് ചെയ്ത് ഒരു റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റിൽ നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത റിസ്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളത് കണ്ടെത്തണം, അത് ഇവാലുവേറ്റ് ചെയ്യണം. വൺസ് ഇവാലുവേഷൻ ഈസ് ഡൺ, ദ റിസ്ക് ഈസ് റാങ്ക്ഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് പ്രോബബിലിറ്റി ഓഫ് ദ ഒക്കറൻസ്. നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ ഒരു റിസ്ക് ആ ഒരു പ്രൊജക്റ്റിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളത്
ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ റാങ്ക് എത്രത്തോളമാണെന്നുള്ളത്. അതായത് കൂടുതൽ നമ്മളെ പ്രൊജക്റ്റിനെ ബാധിക്കുമോ അതോ കുറച്ചേ ബാധിക്കുള്ളൂ എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആഫ്റ്റർ അനലൈസിങ് ദ ഏരിയാസ് ഓഫ് അൺസർട്ടനിറ്റി, എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ ദീസ് ഏരിയാസ് എഫക്റ്റ് ദ പെർഫോമൻസ് ഓഫ് ദ പ്രൊജക്റ്റ് ഈസ് മെയ്ഡ്. അപ്പോൾ ഈ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ റാങ്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഒരു പ്രൊജക്റ്റിൽ എത്രത്തോളം അതിൻ്റെ പെർഫോമൻസിന് എത്രത്തോളം ഇത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത റിസ്ക് അനലൈസ് ചെയ്യുക. നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് റിസ്ക് പ്രയോറിറ്റൈസേഷൻ. ranks the risk according to their capability to impact the project, which are known as risk exposure. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യുക, റാങ്കിങ് ചെയ്യുക. ഓക്കെ, അതിന് പറയുന്ന പേരാണ് റിസ്ക് എക്സ്പോഷർ എന്ന് പറയും. The determination of risk exposure is done with the help of statistically based decision mechanism. ആക്ച്വലി ഇത് നടക്കുന്നത് ഈ ഒരു ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റാറ്റിസ്റ്റിക്കലി ബേസ്ഡ് ഡിസിഷൻ മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ്. ദീസ് മെക്കാനിസംസ് സ്പെസിഫൈ ഹൗ ടു മാനേജ് ദ റിസ്ക്. ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ റിസ്കിനെ നമ്മൾ മാനേജ് ചെയ്യുക. The risk that impact the project the most should be specified so that they can be eliminated completely. അപ്പോൾ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കലി ബേസ്ഡ് ഡെസിഷൻ മെക്കാനിസംസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇതിനെ റാങ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളതും പിന്നെ ഇതിനെ നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നുള്ളതും. On other hand, the risk that are minor and have no or little impact on the project can be avoided. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റിനെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു റിസ്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ അനലൈസ് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, റിസ്ക് പ്രയോറിറ്റൈസേഷൻ. റാങ്കിങ് ചെയ്തിട്ട് ഒരുപാട് റിസ്ക് അറ്റ് എ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഹൈ പ്രയോറിറ്റി ഉള്ളതിനെ ആദ്യം മാനേജ് ചെയ്യാം. ഓക്കെ, ദെൻ അതുപോലെ ഞാൻ പറഞ്ഞു ഹൈ റിസ്ക് ഉള്ളതുണ്ട്, ലോ റിസ്ക് ഉള്ളതുണ്ട്, വെരി ഹൈ എന്നുള്ള കാറ്റഗറിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു റിസ്കിനെ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കൺട്രോളിങ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പാണ് റിസ്ക് കൺട്രോൾ എന്ന് പറയുന്നത്. എന്തായിരിക്കും റിസ്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ? It concentrate on management of risk in order to minimize or eliminate their effect. നമ്മൾ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെ അനലൈസ് ചെയ്തു, പ്രയോറിറ്റൈസ് ചെയ്തു, ഇനി അതിനെന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്കത് കംപ്ലീറ്റ്ലി ആ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ക്വാണ്ടിറ്റി മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് ആണ് റിസ്ക് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ദിസ് പർപ്പസ് risk control determines techniques and strategies to minimize effect and resolve the factors that causes risk to occur. Risk control monitors the effectiveness of strategies used for risk control. In addition, it checks the change in severities of risk throughout the project. Note that the risk does not begin until the risk assessment is completed. അതായത് റിസ്ക് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം മിനിമൈസ് ചെയ്ത് ആ ഒരു ബാക്കിയുള്ളതിനൊന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, ബാക്കിയുള്ള കംപ്ലീറ്റ് പ്രോജക്റ്റിനെയും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇതിനെ കൺട്രോൾ ചെയ്യുക. അല്ല അതിനെ കംപ്ലീറ്റ്ലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വൺസ് റിസ്ക് അസസ്മെൻറ്റ് ഈസ് കംപ്ലീറ്റ്, റിസ്ക് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ the risk control is performed to achieve the effectiveness of management. അപ്പോൾ എന്ത് ചെയ്യുക, റിസ്ക് കൺട്രോൾ എന്നുള്ള ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. റിസ്ക് കൺട്രോൾ കംപ്രൈസസ് ഫോളോവിങ് 3 ഫങ്ഷൻസ്. നമ്മൾ നേരത്തെ റിസ്ക് അസസ്മെൻറ്റിന് 3 ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ റിസ്ക് കൺട്രോളിനും 3 ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ റിസ്ക് മിറ്റിഗേഷൻ. എന്താണ്? മിനിമൈസ് ദ ഇമ്പാക്റ്റ് ഓഫ് റിസ്ക്. റിസ്ക് നമ്മളെക്കൊണ്ട് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അതാണ് റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഫോർ ദിസ് പർപ്പസ് റിസ്ക് മിറ്റിഗേഷൻ ടെക്നിക്സ് ആർ യൂസ്ഡ്.
which are based on the occurrence of risk and their level of impact. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് റിസ്ക് മിറ്റിഗേഷൻ ടെക്നിക്സ് ആണ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ the risk mitigation techniques incur additional cost on the extra resources and times which are used to complete the project. To avoid this cost benefit analysis should be done to evaluate benefit of eliminating the risk or minimizing the impact of the cost required to implement the risk management. അതായത് റിസ്ക് മിറ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ റിസ്ക് അസസ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക് മിറ്റിഗേഷൻ യൂസ് ചെയ്യുക. അതായത് നമ്മൾ റിസ്കിൻ്റെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. സോ അതിന് വേണ്ടിയിട്ട് റിസ്ക് മിറ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് റിസ്ക് മിറ്റിഗേഷൻ ടെക്നിക്സാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ റിസോഴ്സസും ടൈമും ആവശ്യമായിരിക്കും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റിസ്ക് മിറ്റിഗേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. എന്നിട്ട് റിസ്ക് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക. നെക്സ്റ്റാണ് റിസ്ക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിസോൾവ്സ് ദ റിസ്കിനെ റിസോൾവ് ചെയ്യുന്നതിനെയാണ് റിസ്ക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ബിഫോർ റിസോൾവിങ് ദ റിസ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ ദ ഏരിയ ഓഫ് പ്രൊജക്റ്റ് വേർ ദ റിസ്ക് ക്യാൻ ഒക്കർ. നമ്മളിതിൻ്റെ മുന്നേ തന്നെ റിസോൾവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് റിസ്ക് എവിടെയാണ് ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് ഓൾറെഡി എന്തായിരിക്കണം, അറിഞ്ഞിരിക്കണം. ആഫ്റ്റർ ഡിറ്റർമിനിങ് ദ ഏരിയാസ് ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ റിസ്ക് റെസൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ആ ഏരിയ കണ്ടുപിടിച്ചാൽ നമ്മൾ റിസ്ക് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, പക്ഷേ നമ്മളെ പ്രൊജക്റ്റിൽ ഏത് ഏരിയയിലാണ് അത് ബാധിക്കുക എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. എന്നിട്ടാണ് എന്ത് ചെയ്യുക, റിസ്ക് റെസൊല്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് റെസൊല്യൂഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓർ ഷെഡ്യൂൾ എസ്റ്റിമേറ്റ്സ്, ക്വാളിറ്റി മോണിറ്ററിങ്, എവല്യൂഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ്, പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് സോ ഓൺ. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, റിസ്ക് റെസൊല്യൂഷൻ ടെക്നിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് റിസ്ക് മോണിറ്ററിങ്. It observes the risk of a project so that appropriate techniques can be applied when the risk occur. അതായത് റിസ്ക് ഒക്കർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, റിസ്കിനെ ഒബ്സർവ് ചെയ്യുക. അതാണ് റിസ്ക് മോണിറ്ററിങ് എന്ന് പറയുന്നത്. അതായത് എവിടെയാണ് നമ്മളെ പ്രൊജക്റ്റിനെ ബാധിക്കുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്ത് വെക്കുക. ദ ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ റിസ്ക് മോണിറ്ററിങ് ഇൻക്ലൂഡ് മൈൽ സ്റ്റോൺ ട്രാക്കിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസ്ക് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടും കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ് മൈൽ സ്റ്റോൺ ട്രാക്കിംഗ് ദ റിസ്ക് ദാറ്റ് ഹാവ് ഗ്രേറ്റസ്റ്റ് ഇമ്പാക്റ്റ്, കണ്ടിന്യൂവൽ റിസ്ക് റീ അസസ്മെൻറ്റ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ടെക്നിക്സൊക്കെയാണ് റിസ്ക് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. For risk monitoring, the project management team members prioritize the risk and observe them. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ റിസ്ക് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ റിസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എന്നിട്ട് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. When the risks are identified, their effects are recorded. With the help of this record, risk can be easily managed during the project. അങ്ങനെ നമ്മൾ റിസ്ക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റുകൾ, അത് എവിടെ തന്നെ ബാധിക്കും, ഇത് എവിടെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. ഈ ഒരു റെക്കോർഡിൻ്റെ ഹെൽപ്പോടെ കൂടെയാണ് എന്ത് ചെയ്യുക, ഒരു പ്രൊജക്റ്റിനെ നമ്മൾ മാനേജ് ചെയ്യാം. അപ്പോൾ റിസ്ക് കൺട്രോളിൽ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റിസ്ക് കൺട്രോളിലും 3 ഫങ്ഷൻസ് ഉണ്ട്: റിസ്ക് മിറ്റിഗേഷൻ, റിസ്ക് റെസൊല്യൂഷൻ ആൻഡ് റിസ്ക് മോണിറ്ററിങ്. ഇതിന് 3 ഫങ്ഷൻസും നമ്മൾ കുറച്ച് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റിസ്ക് മാനേജ്മെൻറ്റിലുള്ളത്. എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പഠിച്ചു. ദെൻ റിസ്ക് അസസ്മെൻറ്റും റിസ്ക് കൺട്രോളിങ്ങും. ഓക്കെ, ബാക്കി ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇതോടുകൂടി റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്ക് തീർന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.